ഈ മിസ്റ്ററി ബോക്സിന്റെ അകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്ക് 500 രൂപ തരും. മിസ്റ്ററി ബോക്സിന്റെ അകത്തുള്ളതെന്ന് വെറും 3 മിനിറ്റ് സമയം കൊണ്ട് ആരോട് ഇതിന്റെ അകത്ത് എന്താണുള്ളത് കണ്ടുപിടിക്കണം. തുടങ്ങിയോ? ഇത് ഫുഡ് ഐറ്റം അങ്ങനെ ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഫുഡാണോ? ഇലക്ട്രോണിക്സ് അല്ല, ഫുഡ് അല്ല. ഇലക്ട്രോണിക്സ് അല്ല, ഫുഡും അല്ല. ഡെയിലി യൂസ് ചെയ്യണം എന്തെങ്കിലും? ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും മണം വരാനുള്ള ഡിയോഡ്രന്റ് അങ്ങനെയല്ലോ? മണമൊന്നും വരത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഡിവൈസസ് അങ്ങനെ എന്തെങ്കിലും? ഡിവൈസസ് ഒന്നും അല്ലേ. സൈസ് എത്ര വരും? ചെറുതാണോ വലുതാണോ? ഒറ്റ കയ്യിലിരിക്കുവോ? ഒരു കയ്യിലൊക്കെ പിടിക്കാം. ഒരു ചെറിയ സൈസുള്ള ചെറിയ സൈസുള്ള സാധനമാണ്. നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് പർപ്പസോ അങ്ങനെ എന്തെങ്കിലും ആണ്? ക്ലീനിങ് ഒന്നുമല്ല. ഡെയിലി പർപ്പസിൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ? ഒരു ഏജിലുള്ള ആൾക്കാർ ഇത് എന്നും ഉപയോഗിക്കും. ഏത് ഏജിലുള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്? 5ാം ക്ലാസ് തൊട്ട് ഒരു കോളേജ് കയറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കും. പക്ഷേ ഈ ഒരു ടൈം പീരീഡിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫുഡ് ഐറ്റം അല്ലല്ല? ഫുഡ് ഐറ്റം അല്ല, ഇലക്ട്രോണിക്സ് അല്ല, ഇത് രണ്ടും അല്ല. എന്തെങ്കിലും എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനമാണോ? എഴുതാനോ വായിക്കാനോ വരയ്ക്കാനോ അതിനുപയോഗിക്കും. അതിനുപയോഗിക്കും അല്ലേ? എഴുതാൻ ഉപയോഗിക്കണതാണോ അതോ അതിലാണോ എഴുതുന്നത്? എഴുതാനാണ് ഉപയോഗിക്കുന്നത്. എഴുതാനാണ് ഉപയോഗിക്കണത്. ഇങ്കാണോ അതോ വേറെ എന്തെങ്കിലും? ഇങ്കാണോ? അതെ. പെൻ. ആരും കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ള. ഇതിൽ കറക്റ്റ് ആയിട്ടും പെന്നായിരുന്നു. മിസ്റ്ററി ബോക്സിന്റെ അകത്തുള്ള 10 രൂപയുടെ പേര് കണ്ടുപിടിച്ച് ആരോണ്ട് 500 രൂപ കൊടുത്തേക്കാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്.